ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന് വീണ്ടും അവകാശവാദം ഉന്നയിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംഘർഷം അവസാനിപ്പിക്കാനുള്ള അമേരിക്കൻ നീക്കം വിജയമായി. അമേരിക്ക കടുത്ത നിലപാടാണ് സ്വീകരിച്ചത്. അതിന് ഇന്ത്യയും പാകിസ്ഥാനും വഴങ്ങുകയായിരുന്നുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായില്ലെന്ന് പ്രധാനമന്ത്രി ആവർത്തിക്കുമ്പോഴാണ് വിടാതെ ട്രംപിന്റെ അവകാശവാദം. പി എസ് സുനിലുണ്ട്. പി എസ് സുനിൽ, നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഡൊണാൾഡ് ട്രംപ് ആണെങ്കിൽ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അമേരിക്ക ഇടപെട്ടാണ് നിർത്തിച്ചത്, ഇന്ത്യയും പാകിസ്ഥാനും വഴങ്ങുകയായിരുന്നു എന്നുകൂടി പറയുന്നൊരു സാഹചര്യമാണ് അല്ലേ പി ആർ സുനിൽ? അരുൺ, തീർച്ചയായും ഈ വിഷയം വിടാൻ ട്രംപ് തയ്യാറല്ല. ഇത് പലതവണയാണ് ട്രംപ് ഈ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ട്രംപ് ഈ ഒരു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് അമേരിക്കയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. ഇന്ത്യക്കും പാകിസ്ഥാനും വലിയ ഒരു ട്രേഡ് ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട വലിയ ഒരു ഭീഷണി അമേരിക്ക മുന്നോട്ട് വെച്ചു. അതിന് പിന്നാലെയാണ് ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷ സാഹചര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോയത് എന്നൊക്കെ ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. ഏതായാലും ഇന്ത്യ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞതാണ്, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഏതെങ്കിലും ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടല്ല പാകിസ്ഥാനുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യ പോയത് എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കി. നേരത്തെ കനേഡിയൻ സന്ദർശനത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലും മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് ആ സംഭാഷണത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനോട് തന്നെ നേരിട്ട് പറഞ്ഞിരുന്നു. ട്രംപ് ഇക്കാര്യം വിടാൻ തയ്യാറല്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചത് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണ്. അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് ഇങ്ങനെയൊരു സംഘർഷം അവസാനിപ്പിച്ചു, അതിൽ അമേരിക്ക വിജയിച്ചു എന്നൊക്കെയാണ് ട്രംപ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സംഘർഷം അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇന്ത്യയുമായും പാകിസ്ഥാനുമായും വ്യാപാര ധാരണകൾ ഉണ്ടാകില്ല എന്ന് നിലപാട് സ്വീകരിച്ചു. അമേരിക്കയുടെ ആ ശക്തമായ നിലപാടിന് ഇന്ത്യയും പാകിസ്ഥാനും വഴങ്ങുകയായിരുന്നുവെന്ന് ഇപ്പോൾ ട്രംപ് ആവർത്തിച്ച് പറയുകയാണ്. ഏതായാലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വളരെ സജീവമായി തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂരും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവും ഒക്കെ തന്നെ വീണ്ടും ഉയർത്തിക്കൊണ്ട് മധ്യസ്ഥം വഹിച്ചത് താനാണ് എന്ന അവകാശവാദം ട്രംപ് ആവർത്തിച്ച് പറയുന്നു. ഓക്കെ, താങ്ക് യു. പി ആർ സുനിലാണ് നമുക്കിപ്പം ചേർന്നത്. ഈ ജാലിയൻ കനാരൻ എന്ന് പറയുന്നൊരു കഥാപാത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അല്ലേ? നല്ല തള്ള, എപ്പോഴും ആ പോലെയുള്ള തള്ളാണോ അതല്ല അതിൽ കാര്യമുണ്ടോ എന്നുള്ളതാണ് നമുക്കത് അറിയേണ്ടത്. എന്തായാലും ഇന്ത്യ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ നിലപാടെടുത്തിരിക്കുന്നത് ഒരു മൂന്നാമത്തെ കക്ഷിയുടെ ഇടപെടൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഉണ്ടായിട്ടില്ല എന്നാണ്. എന്നാൽ ട്രംപ് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കാരണമാണ് യുദ്ധം അവസാനിച്ചത്, ഞങ്ങൾ കാരണമാണ്. ഇറാന്റെയും ഇസ്രായേലിന്റെയും കാര്യത്തിൽ അമേരിക്ക പറഞ്ഞത് ശരിയാണ്. അതേപോലെ റഷ്യ യുക്രൈൻ കാര്യത്തിൽ ഇടപെടാൻ ശ്രമം നടത്തി, പക്ഷേ റഷ്യ കേട്ടില്ല. ഇപ്പോൾ വ്ളാഡിമിർ പുടിനെതിരെ കടുത്ത നീക്കമാണ്. 100% ടാക്സാണ് അവിടെ ഏർപ്പെടുത്താൻ പോകുന്നത് അമേരിക്ക യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ. ഒരു ശാസനം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. പുടിൻ വഴങ്ങുന്ന പതിവില്ല എന്നുള്ളതാണ്.